നല്ലപോലെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് 2 കാലിൽ പോവാം, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് എവിടെ നിന്ന് പോവുള്ളൂ. സത്യം പറയടാ. സത്യം പറയടാ. എന്നാ പറ. എന്താണ് ഇപ്പൊ നീ കാണിക്കണം? സത്യം പറയടാ. നീ മിമിക്രിക്കാരനാണ്. നീ പെണ്ണിന്റെ ശബ്ദത്തിൽ ഫോൺ ചെയ്തിട്ട് ആണുങ്ങളൊക്കെ പറ്റിക്കുന്നുണ്ട് കേട്ടില്ല? അയ്യോ സാറേ, ഞാൻ ആണുങ്ങളോടൊന്നല്ല, ഞാൻ അങ്ങനെ സംസാരിക്കാറ് പോലും ഇല്ല. അപ്പൊ പെണ്ണുങ്ങളോട് സംസാരിക്കാറുണ്ട് അല്ലേ? നീ ബിന്ദുവിനെ വിളിച്ചിട്ട് പാട്ട് പാടി കൊടുക്കാറുണ്ടോ? അത് പിന്നെ എന്റെ കുടുംബത്തിലെ ബന്ധുക്കളെല്ലാം ഞാൻ വിളിക്കും. ബന്ധുക്കൾ പൈസ നീ സൂറനെ ഫോണില് വിളിക്കാറുണ്ടോ? സൂറയല്ല, സൂറ. ശരി ശരി ശരി. അപ്പൊ നീ ആരെയും വിളിച്ചിട്ടില്ല? കാര്യേ അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ആരെയും വിളിച്ചിട്ടില്ല അല്ലേ? കേൾപ്പിച്ചുതരാം. നിന്റെ തിങ്കളാഴ്ച നോയം പിന്നെ മുടക്കും ഞാൻ, നിന്റെ തിങ്കളാഴ്ച നോയം പിന്നെ മുടക്കും ഞാൻ, സത്യമായിട്ട് മുടക്കും ഞാൻ. ഏതോ മിമിക്രിക്കാരെ എന്റെ ശബ്ദം അനുകരിച്ച് പാടിയിരിക്കുന്നതാണ്. നിന്റെ ശബ്ദം അനുകരിക്കാൻ നീ ആരാ? സിനിമ അടുത്ത കേക്ക്. ശരി, അത് നിന്നെ അനുകരിച്ചതാണ്. ഇതൊന്ന് കേക്ക്. കുളിക്കാൻ പോവാണ്, എന്നൊന്ന് വീഡിയോ കോൾ ചെയ്യോ പ്ലീസ്. ഇനിയുണ്ട് സാർ? ഇനിയുണ്ടോ? അയ്യോ അതിനല്ല, ഈ കുളിക്കുമ്പോ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത്, ഷാമ്പു ഉപയോഗിക്കോ, പിന്നെ ഓയിൽ ഉപയോഗിക്കോ, പിന്നെ ചൂടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ കുളിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയാം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നിനുമല്ല. വയറ്റാട്ടിയാ. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ, സത്യം പറയണേ. ഇപ്പൊ എന്തോ ഡ്രസ്സായിട്ടെ പറ പ്ലീസ്. സത്യം പറയില്ല സാറേ, എത്ര ചോദിച്ചിട്ടും പറയില്ല. എന്താ കേസ്? ഈ പെണ്ണുങ്ങളൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ശല്യപ്പെടുത്താം, പൂവാല ശല്യം. സാറേ, വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടേ ആൾക്കാർ പൈസ മേടിക്കാം, ഭയങ്കര ക്രിമിനലായി. തെളിവ് കയ്യിലുണ്ട്, എന്നിട്ട് ചോദിച്ചിട്ട് കുറ്റം സമ്മതിക്കില്ലേ അവൻ? ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അങ്ങോട്ട് മാറ്റി കിടന്നു. എല്ലാവരും സമ്മതിക്കണല്ലോ സാറേ. പിന്നെ ചെയ്യാ, തൽക്കാലം അങ്ങോട്ട് മാറ്റി. സംസാരിക്കണ്ടേ എന്നിട്ടേ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വാട്ടാ. ഓത്ത് പോലത്തെ എനിക്ക് എന്താ പറ്റി സാറേ? അല്ല, ഒരു ടെൻഷൻ കാണാണ്ട്. അവരൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, ഇത് പറയാം. അതെ, ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. എന്താ സാർ? ഇനി മുതൽ എല്ലാ സ്റ്റേഷനുകളിലും CCTV ക്യാമറ സ്ഥാപിക്കണം. എന്ത്? ഇവിടെയൊക്കെ എല്ലായിടത്തും CCTV ക്യാമറ വെക്കണം. ഇനി മുതൽ ഒരു പ്രതികളുടെ നേരെ നമുക്ക് അനാവശ്യമായിട്ട് വിരൽ ചൂണ്ടാൻ പോലും പറ്റില്ല. ഒരാളെ അടിക്കരുത്, ഇടിക്കരുത്, എന്തിന് ചീത്ത വാക്കുകൾ പോലും പറയാൻ പാടില്ല. തെറി വിളിക്കലൊന്നും ഇനി നടക്കില്ല കേട്ടോ. എന്റെ സാറ് 2 തെറിയും പറഞ്ഞ് 2ഉം കൊടുക്കാതെ പിന്നെ എന്തൊരു പോലീസ് സ്റ്റേഷൻ? അപ്പൊ അത് തന്നെയല്ലേ ഞാനും ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്ന ഇവന്മാരൊക്കെ 2 ഇടി ഇടിക്കാതെ ആര് സത്യം പറയാനാ? സാറേ, 150 ഇടിയാ ഞങ്ങൾ 3 കൂടി ചേർന്ന പന്നീനെ ഇടിച്ചേ. എന്നിട്ട് ഓൻ സത്യം പറഞ്ഞില്ല. അറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? എന്താ കാട്ടത്? അല്ല സാറേ, ഇത് ഒരു റൂമിൽ മാത്രമല്ലേ വെക്കുള്ളൂ. ഒരു റൂമിൽ മാത്രമൊന്നല്ലേ, സ്റ്റേഷനിലെ എല്ലാ മിക്ക സ്ഥലങ്ങളിലും, അതായത് കോറിഡോറില്, അതേപോലെ നമ്മുടെ റിസപ്ഷനില്, സ്റ്റേഷന്റെ പുറകു സൈഡ്, ഇത് ഇവിടെ വരെ വെക്കും എന്ന് പറയുമ്പോ ലോക്കപ്പിലും വെക്കും. എന്തൊരു കോപ്പിലെ നിയമങ്ങളാണ് ഈ വരണേന്നാണ് ആലോചിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു സെന്റൻസിൽ 3-4 തെറി വരണമായി.
ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. സാറേ ഇത് കുറ്റം സമ്മതിക്കാത്ത ആളുകളെ പിന്നെ നമുക്ക് എന്ത് ഭാഷ പറയാൻ പറ്റും? അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. അല്ലെങ്കിൽ തന്നെ പോലീസിന് നാട്ടിലെ പലരുടെ ഇടയിൽ ഒരു വിലയില്ല. ഇനി തെറി പറയാനും അടിക്കാനും പാടില്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. പ്യാരിന്റെ കഥ അറിയില്ല നിങ്ങൾക്ക്? സ്കൂളിലെ കുട്ടികളെ തല്ലരുന്നുള്ള നിയമം വന്നപ്പോ ആ മാഷും പണി ഒഴിവാക്കിയിട്ട് തല്ലാൻ മുട്ടിയിട്ട് ഇവിടെ വന്ന് പോലീസിൽ ചേർന്നാണ്. ഈ പോനെന്താക്കൂ? ക്യാമറ മൂടി വെച്ചിട്ട് ഇടിച്ചാ പോരെ? ഒരു പരിപാടിയും നടക്കില്ല. ഈ ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിക്കാതിരിക്കാൻ വേണ്ടി വിഷ്വൽസ് സംസ്ഥാന ഡാറ്റാ സെന്ററുകളിൽ സൂക്ഷിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഒരു കളി നടക്കൂല അല്ലേ സാറേ? ഒരു കളി നടക്കില്ല എന്ന് തന്നെയല്ല, മാന്യമായിട്ട് പെരുമാറണം. അതെ, കാരണം നല്ല പുള്ളികളാണല്ലോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ മാന്യമായിട്ട് പെരുമാറണം. ഒരു ചീത്തവാക്കും പറയരുത്, അടിക്കരുത്, ഉപദ്രവിക്കരുത്. അപ്പൊ തല്ലാനും പാടില്ല, തെറി പറയാനും പാടില്ല. പിന്നെ പോലീസ് ഇയാളുടെ നാക്കും ഒന്ന് ശ്രദ്ധിച്ചോട്ടോ, നല്ല പണി കിട്ടും. അല്ല സാർ, ഇത് എന്നപ്പോ ഫിറ്റ് ചെയ്ത്? 2 ദിവസത്തിനുള്ളിൽ സംഗതിയൊക്കെ ഇവിടെ വരും. അതിനു മുൻപ് വല്ല തെളിയിക്കാനുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ ഇടിച്ച് പറയിപ്പിച്ചോ അവനെ കൊണ്ടൊക്കെ. വന്ന് സാറേ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എല്ലാം തെളിവും കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ പറയുന്നില്ല. യൂണിഫോമൊക്കെ മാറ്റി വല്ല ലോഹം എടുത്തിടായിരുന്നു. കുറ്റം സമ്മതിച്ചില്ലേ പിന്നെ എന്തിനെ ഇടിക്കണ? നിന്നോട് ആരാണ് ഇപ്പൊ കുറ്റം സമ്മതിക്കാൻ ഞാൻ പറയുമ്പോ സമ്മതിച്ചാ മതി. നീ വന്ന സമയം കറക്റ്റായി ആണ്. നിങ്ങൾ അത്യാവശ്യം ഇടിയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഈ CCTV ക്യാമറ വരിക. പിന്നെ ഞങ്ങൾക്ക് ഈ പ്രതികളെ ഇടിക്കാനോ അടിക്കാനോ കുത്താനോ ചീത്തവാക്ക് പറയാനോ അനാവശ്യം പറയാനോ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ അതിന്റെ ഇടിയുടെ ഒരു സെൻഡ് ഓഫാ സത്യം പറഞ്ഞത് ഞങ്ങൾക്ക്. ഞാനിവിടുത്തെ SI യാ. അപ്പൊ നമുക്കും ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു 2 ഇടി കേട്ടോ, ഒരു 2 അവര് SI അല്ലോ കേട്ടോ. അത്രേ ഉള്ളൂ. ഒന്നുമില്ല. സുഗതൻ സാറേ, എന്തൊക്കെയായിരുന്നു നമ്മളെ സ്റ്റേഷനിൽ? അടിയും കൊത്തും ബഹളവും തെറിയും വില കൂടി മരിച്ച വീട് പോലെ. വായക്ക് രുചിയായിട്ട് 4 തെറി പറഞ്ഞിട്ട് എത്ര ദിവസമായി എന്നറിയോ? അല്ല, തെറി പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അടിക്കാൻ പറ്റും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വെറുതെ ഒന്നും ഇരിക്കില്ല. ഇന്നലെ വൈകിട്ട് രാത്രി 9 മണിക്ക് മാർക്കറ്റിലെ റോഡ് സൈഡിൽ കിടന്നിറങ്ങുന്ന 5 എണ്ണത്തിന് അസല് പടയിൽ കൊടുത്തു ഓടിച്ചു വിട്ടു ഞാൻ. നമ്മുടെ പ്യാരിന്റെ കാര്യം വെച്ചിട്ട് എനിക്ക് ഒരു സെന്റൻസിൽ 3-4 തെറി പറയണ പിന്നെ എങ്ങനെ സഹിച്ചും പുറത്തൊക്കെ നിക്കണത്? ഞാൻ രാവിലെ ഇറങ്ങുമ്പോ സൂറനോട് ചോദിക്കുക, എങ്ങനെയാ നിങ്ങൾ സ്റ്റേഷനിൽ ജീവിക്കണ ഇപ്പം? ശരിക്കും ശ്വാസം മുട്ടാണ്. എന്തിനാണ്
ഇയാൾക്ക് സുഖല്ലേ? സുഖമൊന്നുമില്ല. പിന്നെ എന്തിനാ വീട്ടിൽ വിട്ടാ ഇയാൾ ഓടും. സാറേ ബസ് ഇയാൾ എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. ഇയാളോ? ആ. ഈ മനുഷ്യനോ? ആ ആരാടാണ് നോക്കട്ടെ. ഈ പ്രായത്തിലോ? എടാ, സുഗത സാർ. അതെ മാഡം, എന്താ ആക്ച്വലി സംഭവിച്ചത്? സാറേ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. എന്നും ഞാൻ ഈ ബസ്സിൽ തന്നെയാ പോണ്. ആഹാ. ഇയാള് ബസ്സിൽ കയറിയിട്ട് മുമ്പിൽ വെക്കും, എന്നിട്ട് പെണ്ണുങ്ങളെ മുട്ടി ഒരുമി നിക്കണം അയാൾക്ക്. പലപ്പോഴും ഞാൻ അത് കണ്ടിട്ടുണ്ട്. ആരും പ്രതികരിച്ചിട്ടില്ല. ഇന്ന് ഇയാൾ എന്റെ മെക്കിട്ട് കയറാൻ വന്ന്. അപ്പൊ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇനി വണ്ടി നിർത്തിയാൽ മതി. ഞാൻ പെണ്ണുങ്ങളെ സഹായിക്കാണ്. എടാ, സുഗത സാർ എന്തത്? കണ്ണൂരോട് വന്നേ. ഞാനാ ഇങ്ങോട്ട് വരൂ. ഒട്ട് വാടോ. എടോ, മനുഷ്യന്മാർക്ക് ചേർന്ന പണിയാണോ അത്? ഈ കൊച്ചിന്റെ അപ്പൂപ്പന്റെ പ്രായല്ലേ? ഈ പ്രായത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുവോ? അതെ, ഞാനൊന്ന് സഹായിച്ചതാണ്. ഇയാള് ബസിന്റെ ഫ്രണ്ടിലല്ലേ കയറിയത്? അതെ, സഹായിക്കാൻ കഴിയും. എന്തിനാ ഇയാള് ബസിന്റെ ഫ്രണ്ട് കയറിയത്? അവിടെ ഒന്ന് സഹായിച്ചു കൊടുക്കാൻ. അതില് അതെ, എന്നും ഈ ഒരേ ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോണേ? അത് കോളേജിന്റെ മുമ്പിൽ ചെന്നിറങ്ങാനാണ്. സാർ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടിടം പൊട്ടിക്ക് എന്നാലേ നന്നാവുള്ളൂ. ഏയ്, അടിയും പിടിയും തെറിയൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ മോളിന്ന് ഒരാൾ കാണുന്നുണ്ടല്ലോ. അതെ, അപ്പൊ പോലീസ് സ്റ്റേഷനല്ലേ? പോലീസ് സ്റ്റേഷനാണ്, പക്ഷെ പഴയ പോലീസ് സ്റ്റേഷൻ അല്ല. ഒരുപാട് മാറ്റം വന്നു ഈ പോലീസ് സ്റ്റേഷൻ. എന്റെ സാറേ നാട്ടുകാരൊക്കെ കൂടി ഇയാളെ തല്ലാൻ പോയതാണ്. അപ്പൊ ഞാനാ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാൻ. അവിടെ പോയില്ലേ? നാട്ടുകാർ വളഞ്ഞിട്ട് തല്ലണ സമയത്ത് ഈ സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഞങ്ങൾ അവിടെ വന്നിരുന്നില്ലേ? സർ, അതെ, കാരണം ഇനി ഇത് ആവർത്തിക്കരുത്. ഈ ബസിന്റെ ഫ്രണ്ടിലൊക്കെ കയറിയിട്ടേ സ്ത്രീകൾ അങ്ങനെ തൊട്ടുരുമി നിൽക്കുന്ന ഒന്നും ശരിയില്ല കേട്ടോ. ഈ പ്രായത്തിന് ശരിയില്ല. ഇനി ബസ് കയറുമ്പോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബസിന്റെ ബാക്കിലേ നിൽക്കാവൂ, ഫ്രണ്ടിലേക്ക് വരരുത് കേട്ടോ. അപ്പൊ ഇവരെ സഹായിക്കണ്ടേ? അവർക്ക് സഹായിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ത്രീകൾ മുന്നിലുണ്ടല്ലോ. ഇനി അങ്ങനെ ചെയ്യില്ല, പൊയ്ക്കോളൂ. എന്റെ സാറേ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അല്ല, സങ്കല്പമൊക്കെ ഞങ്ങൾ അതെ, പോലീസ് സ്റ്റേഷനൊക്കെ തന്നെയാണ്. ഇനി മുതൽ ഇയാൾ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ വിളിച്ചു പറഞ്ഞാൽ മതി. ഞങ്ങൾ ആ സ്പോട്ടിലെത്തിയിട്ട് എന്താ പഠിച്ചാൽ ചെയ്തോളാം കേട്ടോ. നീ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണ്ട. അതെ. അതില് നല്ലത് ഇയാളെ ആ നാട്ടുകാർ തല്ലിക്കൊല്ലണായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. അല്ല മാഡം, അങ്ങനെയല്ല. ഇനി അയാൾ ആവർത്തിക്കില്ല കേട്ടോ. ആവർത്തിക്കരുത്. ഇല്ല കേട്ടോ. അപ്പൊ പൊക്കോളൂ. ശരി സാറേ ഇയാളെ ഇവിടെ കുറച്ചേരം പിടിച്ചു നിർത്താൻ പറ്റുമോ? സമാധാനമായിട്ട് എനിക്ക് അങ്ങോട്ട് നടന്നു പോകാനാ. കാരണേ, ഇനി ബസിന്റെ ഫ്രണ്ട് കയറരുത്, ബാക്കിലേ നിൽക്കാവൂ കേട്ടാ. പൊയ്ക്കോ. കണ്ടോ, ഞങ്ങൾ അയാൾ ഒന്നും ചെയ്തിട്ടില്ല, മാന്യമായിട്ട് പറഞ്ഞയച്ചു. ഇതിൽ മേലെ മാന്യമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ട് സുഗത സാറേ, കുട്ടികൾ നാടകം കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരു പുളിച്ചെന്നാൽ തെറി പറയാൻ പറ്റില്ല. അല്ല, അവൻ എൻ്റെ കയ്യിൽ കിട്ടും.